നമസ്കാരം. ചലഞ്ചർ ആപ്പിന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ കഴിഞ്ഞു. ഇനി ഈ മാസം അവസാനത്തോടു കൂടി WCPയുടെ പരീക്ഷയും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ CPO പരീക്ഷയിൽ എത്ര മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കണം? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഏറെക്കുറെ എത്രത്തോളം ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്? ഓരോ ബറ്റാലിയനും ഓരോ കട്ട് ഓഫ് ആണ്. അപ്പോൾ ആ ആവറേജ് എത്ര മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളത് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ 2 ഘട്ടമായിട്ടായിരുന്നു പരീക്ഷ നടന്നത്. ഇത്തവണ എല്ലാ ബറ്റാലിയനും കൂടി ചേർന്ന് ഒറ്റ പരീക്ഷയായിട്ടാണ് മെയിൽ CPOന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 പോയിന്റ്സ് പറയുകയാണെങ്കിൽ, ഒന്ന്, കഴിഞ്ഞ വർഷത്തെ ഒരു ഇഷ്യൂ എല്ലാവർക്കും അറിയാം, സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ ഒരു ലിസ്റ്റ് നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തവണ പ്രതീക്ഷിക്കേണ്ട. എന്നിരുന്നാൽ പോലും ഓരോ ബറ്റാലിയനിലും മിനിമം ഒരു ആവറേജ് ഒരു 300-350 റേഞ്ച്, അറ്റ്ലീസ്റ്റ് ഒരു 300 ആളുകളെങ്കിലും സെലക്ട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ലിസ്റ്റ് എന്തായാലും ഉണ്ടാവും. മാത്രമല്ല, കട്ട് ഓഫ് ഒത്തിരി കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്ന ആ ഒരു പ്രശ്നം, അതായത് ഒരുപാട് പേര് ലിസ്റ്റ് ഉൾപ്പെടുകയും എന്നാൽ അത്ര പേർക്ക് നിയമനം കൊടുക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവും. അത് ഗവൺമെന്റിനടക്കം തലവേദനയായിട്ട് മാറുന്നതാണ് നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിൽ നമ്മൾ കണ്ടത്. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒത്തിരി താഴെ കട്ട് ഓഫ് വെക്കുകയോ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പരീക്ഷ നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ പരീക്ഷ എന്ന് പറയാം. ഒത്തിരി ടഫാണെന്ന് പറയാൻ പറ്റില്ല. മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം ആയിരുന്നു. അതിൽ ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ ഏറെക്കുറെ ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഇംഗ്ലീഷിൽ എന്തായാലും ഏറെക്കുറെ ഒരു 5 to 6 മാർക്ക് എല്ലാവർക്കും നേടാൻ പറ്റുന്ന രീതിയിലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഒരു 12 മാർക്ക് ആവറേജ് കുട്ടികൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റ് എടുത്ത് നോക്കുമ്പോഴും ഒരു ആവറേജ് ലെവലിൽ, ഓക്കെ, ഇപ്പോൾ 20 മാർക്കുള്ള ഒരു GK ആണെങ്കിൽ 10-25 മാർക്കിനുള്ളിൽ നേടാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു എല്ലാവർക്കും പരീക്ഷയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. ഒത്തിരി എളുപ്പമായിരുന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് എക്സാം തന്നെയായിരുന്നു. ഓക്കെ, ഒറ്റ പരീക്ഷ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് എക്സാം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നമ്മൾ നടത്തിയ സർവേ പ്രകാരം മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് ആളുകൾക്ക്, അതായത് ഒട്ടനവധി ആളുകൾക്ക് 35ന്റെ മുകളിൽ സ്കോർ ഉണ്ട്. 35ന് മുകളിൽ എന്ന് പറയുമ്പോൾ 35 തൊട്ട് 40 വരെയുള്ള ആളുകളുണ്ട്, 40 തൊട്ട് 45 ഉണ്ട്, 45 തൊട്ട് 50 ഉണ്ട്, 55 വരെയുള്ള ആളുകൾ നമുക്ക് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ സർവേ നടത്തിയപ്പോൾ കാണാൻ പറ്റി. അതിനപ്പുറത്തേക്ക് ഒരുപാട് പേരൊന്നുമില്ല. ഓക്കെ, ഇനി എത്ര മാർക്ക് കിട്ടിയാലും നമുക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. കാരണം ഫിസിക്കൽ എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ കടന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പൊ എന്നിരുന്നാലും എത്ര മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ, ആവറേജ് എത്ര മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഏത് ബറ്റാലിയൻ ആയാൽ പോലും ഓക്കെ ഫിസിക്കലിന് തയ്യാറെടുക്കാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായത്തിൽ നമ്മൾ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ പറയാണ്, ഒരു 35 തൊട്ട് 45 വരെ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, 35 തൊട്ട് 45 വരെ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതിനിടയിലാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലിന് തയ്യാറെടുക്കുന്നതാണ് നല്ലത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫിസിക്കലിന് അധികം സമയം നമുക്ക് ലഭിക്കില്ല. നിങ്ങളുടെ ബോഡി അത്ര പെട്ടെന്ന് നമുക്ക് ഫിറ്റ് ആക്കി എടുക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കൽ പ്രാക്ടീസ് തുടങ്ങിയാൽ മാത്രമേ റിസൾട്ട് വന്ന് ഫിസിക്കലിന്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 35 തൊട്ട് 45 എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ആയി എന്നുള്ളത് ഒരിക്കലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ജോലി കിട്ടാനുള്ള ഒരു മാനദണ്ഡമല്ല. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ആളുടെ മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ക്ലിയർ ആയി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ജോലി കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ്. 35 കട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ ഒരു 40-45 മാർക്ക് എനിക്കുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 35ന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 37+ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഇപ്പോഴേ പ്രാക്ടീസ് ആരംഭിക്കണം. ഓക്കെ, റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പാസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമയം കിട്ടാതെ വരും. ഓക്കെ, ഓരോ ബറ്റാലിയനും ഓരോ നാട് കട്ട് ഓഫ് എന്ന് അറിയാം. എന്നിരുന്നാൽ പോലും ഞാൻ ആവറേജ് പറയാണ്, ഒരു 35 to 37 നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നല്ലത്. ഇനി 50ന് മുകളിലൊക്കെ സ്കോറുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അപ്പോൾ തൊഴിൽ വാർത്ത, തൊഴിൽ വിധി അടക്കമുള്ള പല മാധ്യമങ്ങളും 50ൽ കൂടും കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലും ഈ പരീക്ഷ WCPയുടെയും CPയുടെയും പരീക്ഷ കഴിഞ്ഞ സമയത്തും ഇത്തരത്തിൽ പല മാധ്യമങ്ങളും നല്ല രീതിയിൽ കട്ട് ഓഫ് വരും, 50 വരും, 55 വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. 37-38 റേഞ്ചിലേക്കാണ് കട്ട് ഓഫ് വന്നത്. CPOക്ക് പോലും WCPയൊക്കെ പോലും 45 റേഞ്ചിലേക്കാണ് കട്ട് ഓഫ് വന്നത്. എന്തായാലും WCPയൊക്കെ എപ്പോഴും മെയിൽ CPനേക്കാൾ കട്ട് ഓഫ് കൂടുതലാണ്. അപ്പോൾ അതിൽ കൂടുതലൊന്നും കട്ട് ഓഫ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എത്ര കുറച്ച് കുട്ടികൾ എടുത്താൽ പോലും അത്രയൊക്കെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോറുള്ള ഉദ്യോഗാർത്ഥികൾ
നിങ്ങൾ ഫിസിക്കൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും വൈകാതെ തന്നെ ഒരു 4-5 മാസം കൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് സമയം കിട്ടണമെന്നില്ല. ഇനി 30-ൽ താഴെയാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 35-ന് താഴെയാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത വർഷത്തെ CPOക്ക് വേണ്ടി, അതായത് CPO 2025 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം. നിങ്ങൾ ഏജ് ഓവർ ആയിട്ടില്ലെങ്കിൽ പ്രിപ്പറേഷൻ ആരംഭിക്കാം. എന്തായാലും ഡിസംബർ മാസത്തിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത വർഷം ഏറെക്കുറെ ഇതേ സമയത്ത് അതിന്റെ പരീക്ഷയും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അടുത്ത വർഷം 2025-ലാണെങ്കിൽ CPOക്ക് പുറമെ ആണെങ്കിൽ നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിവിൽ എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ വരും, CPOയുടെ നോട്ടിഫിക്കേഷൻ വരും, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരും. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് +2 പരീക്ഷകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു 35-ന് താഴെ സ്കോർ ലഭിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഈ പരീക്ഷകളിലെല്ലാം നോട്ടിഫിക്കേഷൻസ് ഡിസംബർ മാസത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പഠിക്കുക. താങ്ക് യു.